ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒറ്റയ്ക്കാണെന്നും കമ്പനിയിലെ ആവശ്യത്തിന് അക്കൗണ്ട്സ് നോക്കാനാണ് ഇവിടെ മുറി എടുത്തിരിക്കുന്നതെന്നും പറഞ്ഞ് ഗിരീഷിന് മുൻപിൽ നന്ദൻ പച്ചക്കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഇസബെല്ല അവിടേക്ക് വരുന്നതോടുകൂടി നന്ദൻ്റെ എല്ലാ കള്ളത്തരവും പൊളിയുന്നു. ഗിരീഷിനോടൊപ്പം ദേവികയും വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന നന്ദനാകെ പെട്ടുപോകുന്നുണ്ട്. തുടർന്ന് ഗിരീഷിനെ കാണുന്നതും ഇസബെല്ല ഗിരീഷിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും തുടർന്ന് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകണമെന്നെല്ലാം പറയുമ്പോൾ അതുകണ്ട് ദേവികയ്ക്ക് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. നിർത്തടി, ഇറങ്ങിപ്പോകാനല്ല, ഇറക്കിക്കൊണ്ട് പോകാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദേവിക അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവികയുടെ മറ്റൊരു മുഖം കണ്ട് ഞെട്ടിവെറിച്ച് പോവാണ് ഇസബെല്ലയും നന്ദനും. തുടർന്ന് ദേവികയും ഇസബെല്ലയും തമ്മിൽ അവിടെ തർക്കം ഉണ്ടാകുന്നുണ്ട്. അവസാനം MLA ആണെന്നൊന്നും ഞാൻ നോക്കില്ല, തല്ലുമെന്ന് ഇസബെല്ല പറയുന്നതും തല്ലുമെങ്കിൽ ഒന്ന് തല്ല്, എൻ്റെ കൈയും പണയത്തിലൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ലയ്ക്ക് ചുട്ട മറുപടി തന്നെ ദേവിക കൊടുക്കുന്നുണ്ട്. തുടർന്ന് നന്ദൻ ഇടപെട്ടിട്ട് ഇസബെല്ലയോട് അവിടെ നിന്നും പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ പറയുമ്പോൾ ഇസബെല്ല അവിടെ നിന്നും പോകാൻ തുടങ്ങുന്നതും അവളെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ദേവിക പറയുന്നുണ്ട്, എൻ്റെ എല്ലാ പദവിയും മറന്നിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്, വെറും ദേവികയായിട്ടെന്ന് പറയുമ്പോൾ അപ്പോൾ സംശയരാഗമാണല്ലേ, നിൻ്റെ ഭർത്താവിനെ ആരും തട്ടിയെടുത്തിട്ടില്ല, വിവാഹം കഴിഞ്ഞവർക്ക് ഫ്രണ്ട്സ് ഒത്ത് ഒരുമിച്ച് കഴിയാം, അത് ചോദിക്കാൻ ഭാര്യയ്ക്കോ ഭർത്താവിനോ അവകാശമൊന്നുമില്ല, അത് കോടതിയും അംഗീകരിച്ച കാര്യമാണെന്നെല്ലാം ഇസബെല്ല പറയുന്നതും ചിരിച്ചുകൊണ്ട് ദേവിക പറയുന്നുണ്ട്, വെറുതെ തരാം എന്ന് പറഞ്ഞാൽ പോലും ഇനി ഇയാളെ എനിക്ക് വേണ്ട, അതേത് മുദ്രപത്രത്തിൽ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം, പിന്നെ കൈയൊഴിഞ്ഞ സാധനം തിരിച്ചെടുക്കാനും എന്നെ കിട്ടില്ല, അത് നീ തന്നെ ചുമന്നോണം എന്ന് പറഞ്ഞുകൊണ്ട് ഇസബെല്ലയുടെ മുഖമടയ്ക്കുന്ന രീതിയിൽ നല്ല മറുപടി തന്നെ ദേവിക കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഇയാൾ മോഷ്ടിച്ചെടുത്ത എൻ്റെ ഫയല് തിരികെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നതെന്ന് ദേവിക പറയുമ്പോൾ ആ ഫയൽ നന്ദൻ്റെ കയ്യിലില്ലെന്ന് നന്ദൻ പറഞ്ഞതില്ലേ, പിന്നെ എന്തിനാ നീ വീണ്ടും നന്ദൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യാൻ നോക്കുന്നത് എന്ന് ഇസബെല്ല ചോദിക്കുമ്പോൾ അത് ഇയാൾ വെറുതെ പറഞ്ഞാൽ മാത്രം പോരല്ലോ, ഇയാൾ പറഞ്ഞത് സത്യമാണോ എന്ന് എനിക്ക് കൂടി ഉറപ്പ് കിട്ടണമെന്ന് പറയുമ്പോൾ നന്ദൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, അങ്ങനെ ഒരാളെ ചെയ്യാത്ത കുറ്റത്തിൻ്റെ പേരിൽ ടോർച്ചർ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല എന്ന് ഇസബെല്ല പറയുമ്പോൾ എങ്കിൽ ഇയാളത് പ്രൂവ് ചെയ്യട്ടെ, കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്ന്. ഇപ്പോൾ നിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഞാനങ്ങ് കൊണ്ടുപോവുകയാണെന്ന് ദേവിക പറയുമ്പോൾ നന്ദനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെല്ല അവിടെ നിൽക്കുന്നതും ദേവി നന്ദനെ ബലമായിട്ട് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകാൻ അങ്ങനെ തിരിയുമ്പോൾ ദേവികയുടെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് മര്യാദയ്ക്ക് സ്ഥലം കാലിയാക്കുന്നതാണ് നല്ലതെന്ന് ഇസബെല്ല പറയുന്നതും ദേവിക്ക് അങ്ങ് കലി കയറുകയാണ്. തുടർന്ന് ബെല്ലയെ പിടിച്ചു തല്ലുന്നുണ്ട് കേട്ടോ ദേവിക. നീ എന്നല്ല, ഒരുത്തിക്കും എന്നെ ഇനി തടയാൻ പറ്റില്ലടി, എൻ്റെ കഴിവ് എന്താണെന്ന് ഞാൻ സ്വയം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, കാരണം എൻ്റെ ഭാഗത്ത് ന്യായവും സത്യവും ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്, വെറുതെ ചെറുത്ത് നിൽക്കാൻ നോക്കി പണി വാങ്ങി കൂട്ടല്ലേ മോളെ, ഇയാളുടെ കൂട്ടുപ്രതിയായിട്ട് നിന്നെയും അഴിക്കുള്ളിലാക്കാൻ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ദേവിക. തുടർന്ന് ഇവളെയും വിളിച്ചുകൊണ്ട് ഇവിടുന്ന് പോകാൻ നോക്കുമെന്ന് ഗിരീഷിനോടായിട്ട് നന്ദൻ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ നന്ദനിട്ട് ഒന്ന് പൊട്ടിക്കാനായിട്ട് കൈതിരിച്ച് നിൽക്കുകയായിരുന്നു ഗിരീഷ് മാഷ്. പിന്നെ നന്ദൻ ഇത് പറയുന്നതും ഒന്നും നോക്കിയില്ല, നന്ദനെ കരണ അടിച്ച് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ ഗിരീഷ്. നിന്നെ കൊണ്ടുപോകാൻ തുനിഞ്ഞിറങ്ങാണ് വന്നിട്ടുള്ളതെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകുക തന്നെ ചെയ്യുമെന്ന് ഗിരീഷ് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, ഞാൻ പോലീസിനെ വിളിക്കാം, അവർ വന്നിട്ട് ആരെയാണ് കൊണ്ടുപോകുന്നതെന്ന് നമുക്കൊന്ന് കാണാം, ഫ്രണ്ട്സ് 2 പേർ ഒരുമിച്ച് കഴിയുന്നിടത്ത് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതിൻ്റെ പേരിൽ നിങ്ങളെ പോലീസ് കൊണ്ടുപോകൂ എന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ വിളിക്കടി നിൻ്റെ പോലീസിനെ, കാണാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ദേവികയും പറയുന്നുണ്ട്. അങ്ങനെ പോലീസ് എത്തുന്നുണ്ട് ആ ഹോം സ്റ്റേയിലേക്ക്. ആ യൂട്യൂബർ ആണെങ്കിൽ അവരുടെ പുറകെ തന്നെയുണ്ട്, എന്തെങ്കിലും ഒരു കണ്ടന്റിനുള്ള വക അന്വേഷിച്ചാണ് അയാൾ അവിടെ നടക്കുന്നത്. അപ്പോൾ എന്താ ഇവിടെ പ്രശ്നം എന്ന് എസ്ഐ വന്നിട്ട് ചോദിക്കുമ്പോൾ സാറിനെ ഞാനാണ് വിളിച്ചത്, ഇവരിവിടെ ഞങ്ങൾ താമസിക്കുന്നിടത്ത് അതിക്രമിച്ച് കടന്നു കയറി പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയാണെന്നെല്ലാം ഇസബെല്ല പറയുമ്പോൾ ദേവികയൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ എസ്ഐ. എന്നിട്ട് മാഡം രാമപുരം MLA അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ സാർ, എൻ്റെ മോഷണം പോയ ഫയൽ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്, ഇയാളാണ് അത് മോഷ്ടിച്ചതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്, അത് ചൂണ്ടിക്കാട്ടി ഞാൻ പോലീസിൽ കംപ്ലൈൻറ്റും കൊടുത്തിട്ടുണ്ട് എന്ന് ദേവിക എല്ലാ കാര്യങ്ങളും എസ്ഐയോട് പറയുന്നുണ്ട്. ദേവിയുടെ ഭാഗത്ത് 100% സത്യമുണ്ടെന്ന് മനസ്സിലാക്കുന്ന എസ്ഐ നന്ദനെ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നു. പോലീസിൻ്റെ വിരട്ടിലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത നന്ദനാണെങ്കിൽ താൻ ഒളിപ്പിച്ചു വെച്ച ഫയലെടുത്ത് SIക്ക് കൊടുക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഫയല് ദേവിയേക്ക് തിരികെ കിട്ടിയിരിക്കുകയാണ്. പക്ഷേ നന്ദനെയും ഇസബെല്ലയെയും കേസ് ചാർജ് ചെയ്ത് പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കാരണം പാർപ്പിട പദ്ധതിയുടെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫയലാണ് നന്ദൻ മോഷ്ടിച്ചിരിക്കുന്നത്. ഇസബെല്ലയാണെങ്കിൽ ആ ഒരു
കുറ്റം ചെയ്ത നന്ദനെ സഹായിക്കാനാണ് നോക്കിയത്. അപ്പോൾ അങ്ങനെ 2 പേരെയും അവിടെ നിന്നും ഹോം സ്റ്റേയിൽ നിന്നും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇസബെല്ലയും നന്ദനോടൊപ്പം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്നറിയുന്ന ഐസക് കുരവിളയാണെങ്കിൽ ആകെ ടെൻഷനാവുന്നുണ്ട്. കാരണം ഈ ഒരു കേസ് മാത്രമല്ല, ഇനി ഋഷി കേസും ഇതിനോടൊപ്പം പൊങ്ങി വരുമോ, അതും വീണ്ടും അന്വേഷിക്കാനായിട്ട് ഒരു ഉത്തരവുണ്ടാവുമോ എന്നെല്ലാം ആലോചിച്ച് അയാൾ വല്ലാതെ പേടി പിടിക്കുന്നുണ്ട്. പിന്നീട് മോള് ഫയൽ അന്വേഷിച്ചുള്ള യാത്രയിലാണെന്നാണ് പറഞ്ഞത്. നന്ദൻ എവിടെയുണ്ടെന്ന് അവൾക്കൊരു സൂചന കിട്ടിയതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്നെല്ലാം സിദ്ധു പറയുമ്പോൾ പ്രഭയ്ക്കും ആകെ വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് തന്നെയാണ് നന്ദനോടൊപ്പം ഇസബെല്ലയെയും ഹോം സ്റ്റേയിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത സിദ്ധു അറിയുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ കിടലൻ എപ്പിസോഡിനായിട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്